കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. കർണാടകയിലേക്ക് രക്ഷപ്പെട്ട ഒന്നാം പ്രതി കെ രതീശൻ, രണ്ടാം പ്രതി ജബ്ബാർ എന്നിവർക്കായാണ് പോലീസ് വല വിരിച്ചിട്ടുള്ളത്. ജബ്ബാറാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ബാങ്ക് സെക്രട്ടറിയും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന കെ രതീശൻ, കണ്ണൂർ താണ സ്വദേശി ജബ്ബാർ എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ. സ്വർണം മോഷ്ടിക്കാനും ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിനിയോഗിക്കാനും രതീഷിനെ സഹായിച്ചത് ജബ്ബാറാണ്. ബംഗളൂരുവിൽ ഫ്ളാറ്റ് വാങ്ങാനാണ് ഇരുവരും സഹകരണ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വയനാട്ടിൽ കെ രതീശൻ വാങ്ങിയ ഭൂമിയും ജബ്ബാറിന്റെ പേരിലാണ്. ബാങ്കിൽ നിന്ന് 4.76 കോടി തട്ടിയെടുക്കാൻ ജബ്ബാറും രതീശനും കൃത്യമായ ആസൂത്രണം നടത്തിയെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ള പ്രതികൾ രതീശൻ നൽകിയ സ്വർണം മറ്റു ബാങ്കുകളിൽ പണയം വെച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തുന്നതിന് മുൻപ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന രതീശനും ജബ്ബാറും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിൽ ഇരുവർക്കുമായി കർണാടക, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 24 കാസർഗോഡ്.